ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നലെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷിക ദിവസമായിരുന്നു. ഇവിടെ ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് സൗണ്ട് കൊടുക്കുമ്പോഴത്തേക്കും സൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് കാണും. അതുമാത്രമല്ല, എനിക്ക് പനിയായതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടിനും ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടിടാം എന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. ബട്ട് ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ ഫോർ മീ ദാറ്റ് എൻ്റെ പാരൻസിൻ്റെ, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് വളരെ 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 സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡേയിൽ ഉണ്ടായ സെലിബ്രേഷൻ മൊമെൻറ്റ്സ് എല്ലാം ഒരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ എൻ്റെ അക്കൗണ്ടിൽ കാണണം എന്നെനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ഷോർട്ടിൽ നമ്മൾ ഇട്ടാലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോങ് വീഡിയോയിൽ കിടക്കുന്നതാണ് എപ്പോഴും നമ്മുടെ പ്രൊഫൈലിൽ എപ്പോഴും എടുത്ത് കാണിക്കുക. ഷോർട്ട് വീഡിയോസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും പൊതുവേ കൂടുതൽ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇടുന്നത് കൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോസിൻ്റെ ഇടയിൽ നിന്നും ഇത് കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. എനിക്ക് എപ്പോഴും കാണണമെന്ന് തോന്നുന്നു അപ്പോഴും പെട്ടെന്ന് എടുത്ത് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൊമെൻറ്റ്സ് ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ലോങ് വീഡിയോസായിട്ട് ഇടുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ ഇവിടെ നടന്ന സംഭവ വികാസങ്ങൾ. വലിയ സെലിബ്രേഷനായിട്ടൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ്ങും, എൻ്റെ ബ്രദർ അച്ഛനമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു, ഞാൻ ഗിഫ്റ്റ് കൊടുത്തു, അച്ഛനമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു, അമ്മ അച്ഛന് ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെയൊക്കെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻസ്. ഭവിക്കുട്ടിയും ഷെർണി ചേച്ചിയും എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടും എൻ്റെ അമ്മൂമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ ബർത്ത്ഡേ അല്ല, ഈ വെഡ്ഡിങ് ആനിവേഴ്സറി അടിപൊളിയാക്കി. ഒരു ഡോട്ടർ എന്ന നിലയിൽ ഇത്രയും ഏജായ സ്ഥിതിക്ക് പാരൻസിൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ബർത്ത്ഡേ തന്നെ വായി വരുന്നത് പാരൻസിൻ്റെ വെഡ്ഡിങ് സെറിമണി അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്നുള്ളതൊരു കടമയായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊരു കുഞ്ഞ് സെലിബ്രേഷൻ നടത്തിയിരുന്നു. എന്തായാലും ഒരു ജോലിയൊക്കെ കിട്ടുമ്പോൾ ഇതിനെക്കാട്ടി നല്ല ഒരു സെലിബ്രേഷൻ നടത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിവേ, ഇതാണ് ഞാൻ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത ഗിഫ്റ്റ്. രാമചന്ദ്രയിൽ നിന്നുമാണ് ഞാനിത് ചെയ്തിരുന്നത്. അവർ അരമണിക്കൂർ കൊണ്ടാണ് ഇത് ചെയ്തു തന്നത്. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നു. വളരെ ഇഷ്ടപ്പെട്ടു. ഈ കേക്കും രാമചന്ദ്രയിൽ നിന്നാണ് മേടിച്ചത്. കേക്കും അത്യാവശ്യം നല്ല കേക്കായിരുന്നു. സ്ട്രോബെറി ഫ്ലേവറാണ്. എനിക്ക് സ്ട്രോബെറി പൊതുവെ ഇഷ്ടമില്ല, അതുകൊണ്ടായിരിക്കാം എനിക്ക് അധികം ഈ കേക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് കോമൺലി മോസ്റ്റ്ലി ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സ്ട്രോബെറി ഫ്ലേവർ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കത് അധികം ഇഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ രാമചന്ദ്രയിൽ നിന്നാണ് നമ്മൾ ഫുൾ ഷോപ്പിങ്ങും നടത്തിയത്. ഡ്രസ്സാവട്ടെ, ഗിഫ്റ്റ് ആവട്ടെ, എന്തോ ആവട്ടെ, എല്ലാം നമ്മൾ രാമചന്ദ്രയിൽ നിന്നുമാണ്. പിന്നെ എന്താ, വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറി ഇത്രയും വലിയ സെലിബ്രേഷനായിട്ടൊന്നും ഇല്ലായിരുന്നു. അമ്മ ഒരു പായസം വെച്ചു, അത്രയേ ഉള്ളൂ. ബട്ട് ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി നന്നായിട്ട് എന്നെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.